performance, the energy was truly contagious. The stage is not just a place for performance. It is a mirror that reflects society, thoughts, and emotions. Through this skit, our students are about to present a story that is meaningful, relatable, and thought-provoking. It is an opportunity to pause, think, and connect with the message they bring. Let's welcome Class 8 for their wonderful presentation. കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കൂട്ടിവായോ കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കൂട്ടിവായോ പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരി പാടത്ത് വായോ കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കൂട്ടിവായോ ആരന്റെ കണ്ടത്തില് ആരണ്ട കൊത്തണത് ആരന്റെ തെങ്ങും മേല് ആരണ്ട ചെത്തണത് നല്ല ചെങ്കാവിലെ കോരന്റെ കുട്ടിയാണ് ഞാനെണ്ട പാടത്തെ കരുമണി മുത്താണ് കളിക്കും കോരനും കടിഞ്ഞൂല് ഞാനണ്ട കാത്തൂരും ചിരുതയ്ക്കും കുഞ്ഞാഞ്ഞ ഞാനണ്ട നടകാതെ നേരം പോയി മുമ്പേലും ഞാനുണ്ട് മാളാലെ കൂട്ടിട്ട് കൊയ്യാനും ഞാനുണ്ട് മുങ്ങണ് വരമ്പ് മുടണ് നേരം മുങ്ങണ് കണ്ട ഓള് മുങ്ങണ് ഒപ്പം മുങ്ങണ് കണ്ട കാറ്റി കൊയ്യണ് താളത്തി കൊയ്യണ് നീട്ടി കൊയ്യണ് കണ്ട വട്ടി നിറയ്ക്കണ് കൊട്ട നിറയ്ക്കണ് താഴി നിറയ്ക്കണ് കണ്ട നേരാണ് നേരം കറക്കണ് രാമായണ കഥ പിന്നെയും പാടണ് ദാരി കഞ്ചാവാണ് പാട്ടിന്റെ താളത്തിൽ തുള്ളടിയാലോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാടടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന തോറ്റം പാട്ടിന്റെ താളത്തിലാടടി പൂവാല്ലെങ്കിൽ തില്ലാന തോണിപ്പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന തോറ്റം പാട്ടിന്റെ താളത്തിലാടടി പൂവാല്ലെങ്കിൽ തില്ലാന തോണിപ്പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടിയാലോല്ലെങ്കിൽ തില്ലാന
ഹോ, വലിയ സന്തോഷത്തിലാണല്ലോ. അതേടി, ഞാനിന്ന് ഇത്തിരി സന്തോഷത്തിൽ തന്നെ. എത്ര നാൾ കൂടിയാ പറമ്പിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയത്? കഴിഞ്ഞ 2 വർഷത്തെ കേട് തീർന്നു. ഒടേതമ്പുരാൻ കനിഞ്ഞു. ഇനി എന്തായാലും ആ ബാങ്കുകാരുടെ ജപ്തിയെ പേടിക്കണ്ടല്ലോ. ഇനി ഒരുത്തനും വരികയല്ലടി. കുടിശ്ശിക മുഴുവനും അടയ്ക്കാം. കൊച്ചിൻ്റെ നേഴ്സിങ്ങിൻ്റെ മുഴുവൻ ഫീസും അടയ്ക്കാം. സമാധാനമായി. അന്തോണി ചേട്ടാ, ഇതെവിടെ വെക്കേണ്ടത്? ഇവിടെ വെക്കാം തൽക്കാലത്തേക്ക്. ഞാനും പിടിക്കാം. അയ്യോ, അതവിടെ വെച്ചാൽ എങ്ങനാ? ചേട്ടത്തിയെ അത് വലിക്കല്ലേ, വാഴവിത്ത ഞാൻ മാറ്റിക്കോളാം. അതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നീ അവനെ വല്ലതും കുടിക്കാൻ കൊടുത്തേ. വിഷമിച്ച് വന്നതല്ലേ. ഓ, നല്ല ദാഹമായിരുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ? ഇരിക്കടോ, ഞാൻ വഴിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഒരുമിച്ച് പോകാം. എടി, മോള് വരാറായില്ലേ? ഇനി അവനങ്ങ് സമയത്ത് ചെന്നില്ലയോ? അതൊന്നുമില്ലെന്നേ. ഇന്ന് ട്രെയിൻ കറക്റ്റ് ടൈമാണെന്നും പറഞ്ഞ് മനുക്കുട്ടൻ 2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി. അവർ കൂട്ടുകാരെല്ലാം ചേർന്നാ പോയേക്കുന്നേ. ഹാ, അതാ ചോദിച്ചത്. ഇരുട്ടുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. അമ്മേ, അനുശേഷി ഒന്നും വന്നില്ലേ? ഞാനോടി പോവാന്ന് പറഞ്ഞതാ. ചേട്ടായി ഈ പ്രാവശ്യം എന്നെ കൊണ്ടുപോയില്ല. ആഹാ, നീ ഇത്രയും നേരം കളിയായിരുന്നോടാ? കൈയും കാലും ഒക്കെ കഴുകിയിട്ട് അകത്ത് കയറ്. അമ്മേ, ദേ അനുശേഷിക്ക് വന്നു. വിനുക്കുട്ടാ, അമ്മേ, പപ്പ. എന്റെ മോളങ്ങ് കോലം കെട്ടു പോയല്ലോ. എത്ര നാളായി എൻ്റെ മോള് നന്നായി എന്തെങ്കിലും കഴിച്ചിട്ട്. ഓ, അനുചേച്ചിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല, തടി ഒട്ടും കുറഞ്ഞിട്ടുമില്ല. കേട്ടോ അമ്മേ പറയുന്നത്? പോടാ, അനുമോളെ കളിയാക്കാതെ. മനു, എന്നാ ഞങ്ങൾ ഇറങ്ങുവാണേ. ഓക്കേടാ ചേച്ചി, ബായ്. മോൾക്ക് ഇഷ്ടമുള്ളത് അമ്മ ഉണ്ടാക്കി തരാം. പിന്നെ അമ്മ ഉണ്ടാക്കി തരുന്നത് തിന്നുകൊണ്ടിരിക്കാൻ അനുചേച്ചിക്ക് ഇനി അധിക ദിവസത്തെ അവധിയൊന്നുമില്ല. ഗൾഫിൽ ജോലി ശരിയായെന്നാ ചേച്ചി പറഞ്ഞേ. നേരോ മോളെ? ഉള്ളതാണോ മോളെ? അതെ അമ്മേ, എനിക്ക് ഇന്നാളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ, അത് കിട്ടി അമ്മേ. എൻ്റെ 2 ഫ്രണ്ട്സിനും കിട്ടി. ആ ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് നിർബന്ധമില്ല. പോകാൻ ഇനി കുറച്ച് കാശോടെ ഉണ്ടായാൽ മതി. ആണോ മോളെ? അപ്പം ബാങ്കിലടക്കൽ സാരമില്ല. പപ്പ വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. സാരമില്ല പപ്പ, ജോലിക്ക് കയറിയാൽ ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാം. പിന്നെ പപ്പ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. നിങ്ങളെല്ലാവരുടെയും കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മണിക്കുട്ടനെ കാനഡയിൽ വിടണ്ടേ? അനുശേഷിക്ക് ജോലി കിട്ടിയാ എനിക്ക് പുതിയ ബാറ്റ് പറഞ്ഞിട്ടുണ്ടേ. പിന്നെ പുതിയ ബാറ്റ് കിട്ടിയാലുടൻ സഞ്ജു സാംസൺ ആകാൻ പോവല്ലേ. എല്ലാം നടക്കും. മോളൊന്ന് പോയി കുളിച്ച് വിശ്രമിക്കും. അങ്ങനെ ആ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും പേറി അനു ഗൾഫിലേക്ക് പറന്നു. നല്ലൊരു ആശുപത്രിയിൽ നഴ്സായി ജോലിക്ക് കയറി. 3-4 മാസങ്ങൾ ആഹ്ലാദത്തിൻ്റേത് മാത്രമായിരുന്നു. എന്നാൽ അതിനകം ആ വാർത്ത വന്നു. മണിക്കുട്ട, ചേച്ചിയുടെ മെസ്സേജ് വല്ലതും വന്നോ? ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അമ്മേ. പപ്പ, അമ്മേ,
ഞങ്ങൾക്കിവിടെ ഒരു സമാധാനവും ഇല്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പേടിക്കണ്ടെന്നും സുരക്ഷിതരാണെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ നിറയെ യുദ്ധത്തിൽ പരിക്കേറ്റവരും മരണത്തോട് മല്ലടിക്കുന്നവരുമാണ്. എത്ര പേരാണെന്നറിയാവോ ഓരോ ദിവസവും മരണപ്പെടുന്നത്? സങ്കടം വരും. അമ്മേ, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. പപ്പയുടെ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിയിട്ട് മതിയായിരുന്നു. എന്തിനു വേണ്ടിയാ യുദ്ധമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എപ്പോഴും സൈറനും സൈനിക വാഹനങ്ങളും ബോംബിൻ്റെ മുഴക്കവും മാത്രം. എനിക്കിനി എന്നാണാവോ നാട്ടിലോട്ടൊന്ന് വരാൻ പറ്റുക? ഈസ്റ്ററിന് നിങ്ങളെന്നെ മിസ് ചെയ്യുമല്ലേ? പപ്പ, കഴിഞ്ഞ മാസം ഞാൻ അയച്ച കാശിൽ നിന്നേ വിനിക്കുട്ടനൊരു ബാറ്റ് വാങ്ങിക്കൊടുക്കണേ. മണിക്കുട്ടനോട് നന്നായി പഠിച്ച് PSC പരീക്ഷ എഴുതാൻ പറയണം. അവൻ ഇനി പഠിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജോലി നോക്കട്ടെ. അയ്യോ, എൻ്റെ മോൾ അവിടെ ഒറ്റയ്ക്കാ. മെസ്സേജ് പൂർണ്ണമായില്ല, കട്ടായിപ്പോയി. എൻ്റെ കർത്താവേ, നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വല്ല വഴിയും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൾ ഇന്നിവിടെ കണ്ടേനെ. യുദ്ധം ജയിക്കുന്നത് ആരാണെന്നറിയില്ല, പക്ഷേ തോൽക്കുന്നത് എല്ലായ്പ്പോഴും മനുഷ്യരുടെ സ്വപ്നങ്ങളാണ്. യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല. അത് കണ്ണീരും നാശവും മാത്രം അവശേഷിപ്പിക്കും. ഒരു ബോംബ് വീഴുമ്പോൾ വീട് മാത്രമല്ല, നാട് മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും പാടെ തകർന്നു പോകുന്നു. ഓരോ പ്രവാസിയുടെയും ജീവിതം ഒരു അഗ്നികുണ്ഡമാണ്. പിറന്ന മണ്ണിൽ യോഗ്യതയില്ലാഞ്ഞിട്ടല്ല അവർക്ക് തൊഴിൽ ലഭിക്കാഞ്ഞത്. നമ്മൾ ഒന്നായി സൃഷ്ടിച്ചെടുത്ത വിപത്തുകളുടെ നീതിശാസ്ത്രം ഈ നാടിനെയും ഇവിടുത്തെ സാധ്യതകളെയും തല്ലിക്കെടുത്തി. ഊഷരമായ മണ്ണും ഊഷരമായ മനസ്സുകളും ചേർന്ന് എല്ലാം തകർത്തപ്പോൾ അന്യനാട്ടിൽ അതിജീവനം നടത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അത്ര